ഹായ് ഹലോ. ഇന്ന് കഴിഞ്ഞ +2 ഫിസിക്സ് എക്സാമിൻ്റെ റിവ്യൂ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. പറയുമ്പം അത്യാവശ്യം നല്ല A+ ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സിമ്പിൾ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടായിരുന്നു. ഓരോ മാർക്കിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ വേർഡിൻ്റെ ആണ് വരുന്നത്. വൺ വേർഡിൽ ഒന്നും വലിയ കുഴപ്പമില്ല, രണ്ടും കുറച്ച് ആലോചിച്ചാൽ കിട്ടണുള്ളൂ. പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ലേനു. എക്സാമ്പിൾ സിമ്പിളായിട്ട് 2-3 പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡൗട്ട് വന്നു. പക്ഷേ എനിക്ക് എഴുതിനു ബിസ്മിത്ത് ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. പിന്നെ മൂന്നാമത്തത് കുഴപ്പമില്ലേനു. നാലാമത്തത് സിമ്പിളായിട്ട് ചോദിക്കേണ്ട കാര്യമുള്ളൂ, ഡെൻസറിന് റെയർക്ക്. പക്ഷേ ഇത് കുറച്ചും കൂടി ടെർപ്പൻ്റെനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഏതോ ഒരു മീഡിയം കൊണ്ടുപോകുന്നൊക്കെ ചെയ്ത് ഒരു കുറച്ച് ടഫാക്കിയ പോലെ തോന്നി, ഇൻഡയറക്റ്റായിട്ട് ചോദിച്ച പോലെ തോന്നി. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇമ്പാക്റ്റ് പാരാമീറ്റർ. അത് അത്ര വലിയ ടഫാക്കിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു മാർക്കിൻ്റെയിൽ പിന്നെ 2 ക്വസ്റ്റ്യൻ 5 എഴുതിയാൽ മതിയല്ലോ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ. പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യനിൽ പിന്നെ ഇത് പറഞ്ഞത് ഞാൻ A⁻1/3 ആണ് എഴുതി. എനിക്ക് തോന്നി, എനിക്കറിയില്ല, R=R0 A⁻1/3 എന്ന് പറഞ്ഞ റേഡിയസ് ആണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുക സർഫസ് ഏരിയ അല്ലേ ചോദിച്ചാൽ, അതാണ് നമുക്ക് ആൻസർ അറിയില്ല. ഏഴാമത്തെ ഫാൾസാണ് നമുക്കറിയാം, കാരണം പൂവർ സെമി കണ്ടക്ടേഴ്സിന് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി അല്ല എക്സ്ട്രിൻസിക് എന്നാണ് അറിയാം പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകുന്നതെന്ന്. പിന്നെ എട്ടാമത്തേത് കുറച്ച് ടഫാക്കിയും ഡൗട്ട്, കാരണം റെക്റ്റാങ്കുലർ കറണ്ട് ലൂപ്പ് പഠിക്കുന്നുണ്ടോ എനിക്കറിയാത്താണോ എന്നറിയില്ല. എനിക്ക് കുറച്ച് ടഫായി, ഞാൻ എഴുതിയിട്ടില്ലേനു. പിന്നെ 9ാമത്തേത് ലെൻസസ് ലോ ആക്കാനും നോർത്ത് പോളാണ് വരിക എന്നറിയാം, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. പിന്നെ 10ാമത്തേത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനിന് എഡി കറൻറ്റ്, ഫ്ലെക്സ് ലീക്കേജ് അങ്ങനത്തേത്. പിന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇതാണ് മാക്സ്വെല്ല്, പിന്നെ ഡിഫൈൻ ഡിസ്പ്ലേസ്മെൻറ്റ് പോലെ. അത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്, കാരണം അത് അത്ര വലിയ ടഫാക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല, ഏറ്റവും സിമ്പിളായിട്ട് തന്നെ പറഞ്ഞത്. പിന്നെ 12ാമത്തും ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ് പ്രീവിയസ് ഇയറിലുള്ളത്. പിന്നെ 13ാമത്തെ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്, ഡി ബ്രോഗ്ലി ഇക്വേഷൻ ചെയ്താൽ. 14ാമത്തെ നമ്മൾ കാണാത്തൊരു മോഡൽ ക്വസ്റ്റ്യനായി പോയി തോന്നി, കാരണം മാസ് നമ്പറൊക്കെ നമുക്ക് കിട്ടും. ന്യൂട്രോണിൻ്റെ വരുമ്പം ഐസോട്ടോൺസിൽ മാത്രമേ വരുന്നുള്ളൂ, ഐസോട്ടോപ്പിൽ എന്താ വരിക എന്നുള്ളൊരു ഡൗട്ട് വന്നിരുന്നു. പിന്നെ 15ാമത്തെ ക്വസ്റ്റ്യന് ശരിക്കും സിമ്പിളാണ്, പക്ഷേ ഞാനത് ഫസ്റ്റ് തന്നെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ടഫായി പോയി. പിന്നെ വായിച്ചപ്പോൾ പിന്നെ മനസ്സിലായിട്ടോ, പിന്നെ ഞാൻ ആൻസർ എഴുതി. പിന്നെ 16ാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, സീരീസും പാരലലും കപ്പാസിറ്റൻസ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 17ാമത്തെ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് കറക്റ്റായിട്ട് വരും. 18ാമത്തേത് ഡിഫൈൻ മാഗ്നറ്റിസം കുഴപ്പമില്ല, മാഗ്നറ്റൈസേഷൻ കുഴപ്പമില്ലേനു, കാരണം സിമ്പിളാണല്ലോ, നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. പക്ഷേ ബി ക്വസ്റ്റ്യന് കുറച്ച് ടഫാക്കി, എങ്ങനെയാണ് ഈ ഇക്വേഷൻ വരിക എന്നില്ല അറിയാം. ഞാൻ എഴുതിയിട്ടില്ല, ബി ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടില്ല, എ ക്വസ്റ്റ്യൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്, റിഫ്രാക്ഷന് ഹൈറ്റൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് റിഫ്രാക്ഷൻ എഴുതുന്ന ഭയങ്കര റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. 20ാമത്തെ ക്വസ്റ്റ്യനും റിപ്പീറ്റഡാണ്. പിന്നെ അതിൽ കുറച്ച് ടഫ് ആയത് സ്ലോപ്പ് ഓഫ് ദി എബോവ് ഗ്രാഫ് എഴുതി, എനിക്ക് ഓർമ്മ കിട്ടിയില്ലേനു. പിന്നെ 21ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഡയറക്റ്റ് ക്വസ്റ്റ്യനും ഫുൾ വേ റെക്ടിഫയർ. എനിക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു, കാരണം നമ്മൾ മോഡൽ എക്സാമിന് ഹാഫ് വേവ് ആയെന്ന് ചോദിച്ചുകൊണ്ട് ഫുൾ വേവ് ആയിരിക്കും എന്നൊരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു. അതേതായാലും വന്നിക്ക്. പിന്നെ ഉള്ളത് 22ാമത്തെ ക്വസ്റ്റ്യൻ. 22ാമത്തെ ഈ 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ ചെയ്ത് ഏറ്റവും ഒരു ഉറപ്പിലെ ക്വസ്റ്റ്യൻ ഇത് മാത്രമേ ഉള്ളൂ, ഡിഫൈൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. പിന്നെ വന്ന് 22ാമത്തെ 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് എനിക്ക് ഉറപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഞാൻ വീണ എന്ന് പറഞ്ഞിട്ട് കോഡ് പഠിച്ചിരുന്നത്. അപ്പം ഇങ്ങനെയാണ് ചെയ്തതെന്ന് തോന്നുന്നു, ഞാൻ അങ്ങനെയായിട്ട് എഴുതി വെച്ചത്, ഇനി അറിയില്ല, ആൻസർക്ക് വന്നിട്ട് നോക്കാം. 24ാമത്തേത് 1ാമത്തെ ശരിയായി, നമ്മൾ സോളിനോട്, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഡെറിവേഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പക്ഷേ എൻ്റെ ബി ക്വസ്റ്റ്യന് പോയി, ബി ക്വസ്റ്റ്യന് കറക്റ്റായില്ല. അതെന്തിപ്പോൾ എന്താ പറഞ്ഞത്, അതിൻ്റെ കൺവേർഷനൊക്കെ ചോദിക്കുന്നത്, അത് കിട്ടിയില്ല. 25ാമത്തേത് 1ാമത്തെ കിട്ടിയ ഡൈവേർജിങ് ആണ്, 2ാമത്തേതും ലീനിയർ മാഗ്നിഫിക്കേഷൻ കിട്ടി. പക്ഷേ ബിയിൽ 2ാമത്തേത് ഞാൻ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എഴുതി, അതല്ലേന്ന് പിന്നെ മനസ്സിലായേ. പിന്നെ 26ാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ എന്തോ ആണ്, ഇത് കുഴപ്പമില്ലേനു, കാരണം ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യനു, ഗോസസ് ലോ. പിന്നെ അതിൻ്റെ പ്ലെയിൻ ഷീറ്റ് കുറച്ച് മറന്നുപോയി, എന്നിട്ട് പക്ഷെ ഞാൻ എഴുതിയിട്ടോ, ലാസ്റ്റ് ഒക്കെ ഒപ്പിച്ച് എഴുതി. പിന്നെ സി വരുന്നത് ഞാൻ എന്താ വെച്ചാൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് അതേപോലെ എഴുതി. 27ാമത്തെ ക്വസ്റ്റ്യനിൽ കുറച്ച് ടഫ് വന്നു, കാരണം 1ാമത്തെ ചിത്രം വരയ്ക്കാൻ ഞാൻ ചിത്രം പഠിച്ചിട്ടില്ലേനു, അപ്പോൾ ആ ചിത്രം കുറച്ച് ടഫാക്കി. പിന്നെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റിയും വോളേജ് സെൻസിറ്റിവിറ്റിയും അതും കുഴപ്പമില്ലേനു. പിന്നെ സിയും വലിയ കുഴപ്പം വന്നിട്ടില്ല എന്നൊക്കെ തോന്നുന്നു.
എനിക്കറിയില്ല മാർക്ക് വരും പറയാം അവസ്ഥ. പിന്നെ 5 മാർക്കിന് ലാസ്റ്റ് 3 എഴുതാലേനു, ഞാൻ 28 എഴുതിയില്ല. കാരണം ഞാൻ AC ഇതിനകത്ത് പഠിച്ചിട്ട് പോയിട്ടില്ലേനു, ആകപ്പാടെ കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻ നോക്കിയിട്ടുള്ളേനു. പിന്നെ എനിക്ക് അറിയുന്ന പോലെ ഞാൻ എന്തൊക്കെ ആക്കി എഴുതിച്ചിരുന്നു, പക്ഷേ ശരിയല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ എന്തൊക്കെ പൊട്ടത്തരാണ് എഴുതി വെച്ചെന്ന് എനിക്കറിയാം. പിന്നെ ലാസ്റ്റ് ലെൻസസ് മേക്കേഴ്സ് ഫോമുല സിമ്പിളാണ്. പിന്നെ ബി ക്വസ്റ്റ്യൻ ആയാലും സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഓവറോൾ എക്സാം പറയുകയാണെങ്കിൽ A+ ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ട്, സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടേനു.